ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗം മോഹിനിയാട്ടത്തിന്റെ ക്രൂ ആണ് ഇന്ന് സെല്ലുലോയിഡിനൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത്. കുറച്ച് വെള്ളം തരൂ. അതെറി ശരിക്കും അവനെ വിളിക്കുന്നത് എന്നല്ല, അവൻ തന്നെ എഴുതിയ ഡയലോഗ് അവൻ തന്നെ. ഞാൻ ചോദിച്ചായിരുന്നു ദാസിന്റെ അടുത്ത്, ഇളവ് വേണം. സുരാജ് ചേട്ടനെയും അഭിനയ് ഫോട്ടനെയും എല്ലാം നമ്മൾ കണ്ടിരുന്നു പോസ്റ്ററില്. ജഗദീഷ് ചേട്ടനുണ്ട്, ബേബി ജീനുണ്ട്. ബേബി ജീൻ്റെ ഈ പറഞ്ഞ പോലെ ബേബി ജീനെ നമ്മളൊരു നാടൻ ക്യാരക്ടറായിട്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം കുറച്ചുകൂടെ ഏർബൻ ടൈപ്പ് ഓഫ് ഇതാണ്. സിനിമകളിലേക്ക് വരുമ്പോഴേക്കും ഇതിനൊക്കെ മറ്റൊരു രീതിയിൽ കാണുന്ന, ആ സ്പിരിറ്റിൽ എടുക്കാത്ത ഒരവസ്ഥ മലയാള സിനിമയിൽ തന്നെ ഒരു ചരിത്രപരമായിട്ടുണ്ട്. അതിനെയും കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം എനിക്ക് തോന്നുന്നു. അത് സിനിമ കണ്ടിട്ട് അതെങ്ങനെയാണ് ഡീൽ ചെയ്തിരിക്കുന്നതെന്ന് കാണുക, പഠിക്കുക, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. പക്ഷെ കറിക്കൊക്കെ അവൻ ഭയങ്കര അടിപൊളിയാണ്. അവന് ലൈഫിനെ പറ്റിയൊക്കെ ഭയങ്കര ചിന്തകളും എന്താ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ ഉള്ളതായിട്ടാണ് വീട്ടിൽ. ഇതൊക്കെ ഇവരെ ചെയ്ത എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഈ ചേച്ചി അവിടെ ചെല്ലുമ്പോഴേക്കും അവര് പറഞ്ഞ് അവരെ ഓൾറെഡി അവരുടെ ഭാര്യ എടുത്തുകൊണ്ടുപോയി. മോനെ അയാളെ ഭാര്യ കൊണ്ടുപോയി, ഞാനല്ല അയാൾക്ക് വേറെ ഭാര്യ. ഭരതനാട്യത്തിന്റെ രണ്ടാം ഭാഗം മോഹിനിയാട്ടത്തിന്റെ ക്രൂ ആണ് ഇന്ന് സെല്ലുലോയിഡിനൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത്. നമസ്കാരം സൈജു ചേട്ടാ, അഭിറാം, ശ്രുതി, ജിനു, ജിവിൻ, നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ പ്രൊഡ്യൂസറോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭരതനാട്യം സിനിമയുടെ ഒരു സക്സസിന് ശേഷമായിരുന്നോ മോഹിനിയാട്ടം എന്ന സിനിമ സംഭവിക്കുന്നത്? അതെ അതെ, അതിനുശേഷം പ്ലാൻ ചെയ്തതാണ്. അല്ലെങ്കിൽ ഒരിക്കലും നേരത്തെ ഒരു കഥയൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. എൻ്റെ OTT സക്സസ് കണ്ടിട്ട് എൻ്റെ പാർട്ട്ണറായ തോമസ് തിരുവല്ല അദ്ദേഹമാണ് കൃഷ്ണദാസിൻ്റെ പറഞ്ഞത്, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാമെന്ന്, എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കൃഷ്ണദാസൻ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് സ്റ്റാർട്ടിങ് ടു എൻഡ് നമ്മളൊരു പടത്തിന് ചെയ്തിട്ട് ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അവൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് എന്നിട്ട് പിന്നെ ഞങ്ങളോട് പറയുകയും ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്നത്. ഇപ്പൊ 7 വീക്സിന് മുമ്പാണ് യൂട്യൂബിൽ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. 4 വീക്സ്. ഓക്കെ, അപ്പോ 3 വീക്സ് അല്ലേ? 3 വീക്സ്. ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഭിരാമക്ക് ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ഈ സിനിമ തിയേറ്ററുകളിൽ വലിയ സക്സസ് ആയിരുന്നില്ല, OTT-യിലായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിന്റെ രണ്ടാം ഭാഗം വരുമ്പോഴെങ്കിലും നിങ്ങൾ തിയേറ്ററിലേക്ക് എത്തണം എന്നുള്ള രീതിയിലുള്ള കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലപ്പോഴും ഭരതനാട്യത്തിനെ കുറിച്ചിട്ട് പറയുന്ന ആൾക്കാർ ആരും ഭരതനാട്യത്തിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞതായിട്ട് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ മോഹിനിയാട്ടം അതിലും മികച്ച ഒരു തിരക്കഥയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം മിസ്സാക്കണ്ട, കണ്ടോ, വേറെ നഷ്ടമൊന്നുമില്ല. സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരുപാട് നല്ല സ്ത്രീ കഥാപാത്രങ്ങളും ഉണ്ട് അതിൽ. സരസ്വതി അമ്മ ആയാലും രുക്മിണി അമ്മ ആയാലും അവർക്ക് സുഖമായിരിക്കുന്നു? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും എക്സൈറ്റഡ് ആണ്. നമ്മുടെ റിലീസിനും ഈ പ്രൊമോഷൻ പരിപാടിയിലൊക്കെ എല്ലാവരും എക്സൈറ്റഡ് ആണ്. ഭരതനാട്യം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പക്ഷേ അതിലെ നായക കഥാപാത്രങ്ങളെക്കാൾ അപ്പുറത്തേക്ക് ഈ 2 കഥാപാത്രങ്ങളായിരിക്കും, ഈ ഇരട്ടമുഖൻ ട്വിൻസ്. നിങ്ങൾക്ക് ഭരതനാട്യം തന്നിട്ടുള്ള സക്സസ് ഇത്രത്തോളം കരിയറിൽ സഹായിച്ചിട്ടുണ്ട്? അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ. ഇങ്ങനെ രജിസ്റ്ററായ പിന്നെ ഇങ്ങനെ വേറെ ഓഫറൊക്കെ ഈ ഭരതനാട്യത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ വേറെ പടത്തിനൊക്കെ ഇങ്ങനെ വിളി വന്നിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണൊക്കെ പിടിച്ച് പോണ്. ആക്ച്വലി ഫിലിം മേക്കേഴ്സിന് കൺഫ്യൂഷനാണ് ഇവരിൽ ആരെയാണ് കാസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെ കുറച്ച് പടങ്ങൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെച്ചാല് രണ്ടുപേരും നല്ല പെർഫോമേഴ്സ്, പക്ഷെ അവിടെ ഒരു ക്യാരക്ടറേ ആവശ്യമുള്ളൂ. അപ്പൊ ഇതിൽ ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്, അപ്പൊ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിൽ ഇവൻ അഭിനയിക്കും, ഒന്നില് അവൻ അഭിനയിക്കും. ഇത് പക്ഷേ ഇല്ല, ഞങ്ങൾക്ക് പറയാറില്ല. ഇല്ല, ഇതൊരു ബൈ വൺ ടേക്ക് വൺ ഓഫർ ആണല്ലോ. നല്ലതല്ലേ, നമുക്ക് ലാഭോ. ഇപ്പൊ ഭരതനാട്യം എന്ന് പറയുമ്പോ ഭരതനാരുടെ നാട്യം എന്നുള്ള രീതിയിലും പറയാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ശരിക്കും മോഹിനിയാട്ടം വരുമ്പോ ഭരതനാരെ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഭരതനാരുടെ ആണ് ഇപ്പോഴും കഥ എപ്പോഴും. പക്ഷെ ആട്ടം മോഹിനിയുടെയാണ്. മോഹിനി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെയാണ്. പുതിയൊരു കഥാപാത്രം. അതെ, പുതിയൊരു കഥാപാത്രം. അത് ആരാ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആട്ടം മോഹിനിയുടെയാണ്, പക്ഷെ കഥ ഭരതന്റെ തന്നെയാണ്.
ഓഹോ. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ ടൈറ്റിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോഴും ഭരതനാട്യത്തിൽ 2 ഫേസസ് ആണെങ്കിൽ മോഹിനിയാട്ടത്തിൽ 2 കാലാണ്, കാൽപാദമാണ് കാണിക്കുന്നത്. യെസ് യെസ്. അതിലെന്തെങ്കിലും ബ്രില്യൻസ് ഉണ്ടോ? അതിനകത്ത് ഒരു ബ്രില്യൻസ് ഉണ്ട് ഡയറക്ടറുടെ. അന്നത്തെ 2 ഫേസുകൾ ആരുടെയാണെന്നറിയാമോ? 2 സ്ത്രീകളിലായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. രുക്മിണിയുടെ അല്ലല്ല, ഇവരുടെ 2 പേരുടെ. ഓക്കെ ഓക്കെ. അല്ല, ഇവരുടെ ഫേസ് അല്ല, ഐ മീൻ സിംബോളിക്കലി ഇവരുടെയാണ്. സിംബോളിക്കലി ഇവരുടെയാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ആ ടൈറ്റിലിൽ കൊടുത്തിട്ട് ഇവരുടെ ക്യാരക്ടർ ആക്ച്വലി സസ്പെൻസ് ആയിരുന്നു. നമ്മള് ഇവര് ഇന്റർവ്യൂസിലൊന്നും അങ്ങനെ നമ്മൾ റിവീൽ ചെയ്തില്ലായിരുന്നു. കാരണം ഒരേ മോശമായുള്ള 2 പേര് വരുന്നതാണല്ലോ നമ്മുടെ കോൺഫ്ലിക്റ്റും ട്വിസ്റ്റും ഒക്കെ. അപ്പോൾ അത് കാരണം നമ്മൾ റിലീസാകുന്നവരെ ഇവരെ ഒളിപ്പിച്ച് വെച്ചായിരുന്നു. അതിനുശേഷം അപ്പം ആ 2 ഫേസസ് ആണ് അതിൽ കൊടുത്തത്. ഇതിൻ്റെ അകത്ത് 2 കാലുകൾ കൊടുത്തിട്ടുണ്ട്. അത് ആരുടെ കാലാന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല, പക്ഷെ കാലാണ്. ആവാം, മോഹിനിയുടെ ആവാം. ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ സൈജേട്ടാ, ആദ്യ സിനിമ തിയേറ്ററുകളിൽ നല്ല കണ്ടന്റ് ആയിട്ട് പോലും സിനിമയ്ക്ക് ആൾക്കാർ കയറാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. OTT-യിലാണ് വലിയ സ്വീകാര്യത കിട്ടിയത്. അപ്പൊ സെക്കൻഡ് പാർട്ട് എത്തുമ്പോൾ സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന രീതിയിൽ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടാവും? പ്ലാനിങ് ഉണ്ട്. പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഇൻട്രാക്ഷൻ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിനൊരു കറക്റ്റ് ഫോർമുല ഇല്ലല്ലോ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള. ആൾക്കാർ എപ്പോഴും ഒരു ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നത് അവരൊരു പാക്കേജാണ് നോക്കുന്നത്. ആ പാക്കേജ് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ അവർ തിയേറ്ററിലേക്ക് പോകും. അതിനിപ്പം ഒരുപാട് പ്രൊമോഷൻസ് ഇല്ലെങ്കിൽ തന്നെ പക്ഷെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. കാരണം ഇങ്ങനൊരു പടം വരുന്നുണ്ടെന്നുള്ളത് അറിയണമല്ലോ. ഭരതനാട്യത്തിനെ സംബന്ധിച്ച് അന്നത്തെ ആ പാക്കേജിൽ ഓഡിയൻസിന് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഭയങ്കര ഒരു ഹൈ കിട്ടിക്കാണില്ല ആ ഒരു പാക്കേജിൽ. അല്ലെങ്കിൽ ഒരുപാട് പേരിലേക്ക് ഇത് റീച്ച് ആയി കാണില്ല. ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോണർ റീച്ചായി കാണില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച് കാണാം. നമുക്കിപ്പം ഒരു കറക്റ്റ് ഐഡിയയിൽ എന്തുകൊണ്ടാണത് വർക്കാവുന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. കുറച്ച് പേരെങ്കിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കാത്തൊരു പടമാണ്. അത് നമുക്ക് നല്ലൊരു പടമാണ്, പക്ഷെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഹിനിയാട്ടം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിക്കൽ വ്യൂവിന് തന്നെ പറ്റിയൊരു സിനിമയായിട്ടാണ്. കുറച്ചുകൂടെ എന്താണ് വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് നമ്മൾ സിനിമ ചെയ്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഭരതനാട്യത്തിനേക്കാളും 3 times കൂടുതലാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. എൻ്റെ കരിയറിലെ എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഞാൻ ലീഡ് റോൾ ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കുവാണെങ്കിൽ. സോ പിന്നെ ഇതിൻ്റെ ഒരു ജോണറിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഫാമിലി മൂവിയാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഫാമിലി മൂവിയാണ്. പക്ഷേ ഇത് ഏതൊരു ജനറേഷനെ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു മൂവി ആയിരിക്കും മോഹിനിയാട്ടം. ഇതിൻ്റെ അകത്ത് ഹ്യൂമറുണ്ട്, ഡാർക്ക് ഹ്യൂമറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയും ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മളിതൊരു സീരിയസ് സിനിമയാണോ എന്ന് വിചാരിക്കും. അല്ല, ഇത് ഹ്യൂമറിൽ തന്നെ പൊതിഞ്ഞ് പറയുന്നൊരു സിനിമയാണ്. ഇപ്പൊ സുരാജ് ചേട്ടനെയും അഭിനയ ഫോട്ടോനെയും എല്ലാം നമ്മൾ കണ്ടിരുന്നു പോസ്റ്ററിൽ. അതെ, ജഗദീഷ് ചേട്ടനുണ്ട്, ബേബി ജീനുണ്ട്. ബേബി ജീൻ്റെ ഈ പറഞ്ഞ പോലെ ബേബി ജീൻ്റെ നമ്മളൊരു നാടൻ ക്യാരക്ടറായിട്ട് അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം കുറച്ചുകൂടെ ഏർബൻ ടൈപ്പ് ഓഫ് ഇതാണല്ലോ. ഇതൊരു റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ് ബേബിയുടെ. ബേബി വളരെ രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ക്യാരക്ടേഴ്സിനോടും ഈ റൈറ്റർ ഡയറക്ടർ കൃഷ്ണദാസാണ്. ദാസൻ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നല്ല ആർക്കാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. ഈ പുതിയ ആൾക്കാർക്ക് പോലും ഇപ്പം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അതുകൂടാണ്ട് പുറത്തുള്ള ഫാമിലിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരിൽ ഇപ്പോൾ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അഭിരാമുണ്ട്. പിന്നെ നമ്മുടെ സലീം ഭായി ഉണ്ട്, വക്കീലിൻ്റെ കഥാപാത്രം ചെയ്ത. ബാക്കിയെല്ലാം നമ്മളിപ്പം ഒരു പുതിയ ശ്രീകണ്ഠാപുരം എന്ന് പറഞ്ഞ് കണ്ണൂർ ഭാഗത്ത് ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന പുതിയ ക്യാരക്ടേഴ്സാണ് താങ്കളിപ്പോൾ പറഞ്ഞ പേരുകൾ. സിനിമയുടെ അവസാനം പറയുന്നുണ്ടല്ലോ രുക്മിണിയും അതെ, ശ്രീകണ്ഠാപുരത്ത്. അതെ അതെ. അപ്പം നമ്മൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നതാണ് കഥ. ഓക്കെ. അഭിരാമിന്റെ കൺഫ്യൂഷൻസും കൺസേൺസും ഒക്കെ ഈ മോഹിനിയാട്ടത്തിലെങ്കിലും മാറും സുഭാഷിന്റെ? ഇല്ലില്ല, ഒരിക്കലും മാറില്ല. വെച്ചാല് ഇങ്ങനത്തെ ക്യൂരിയോസിറ്റി എന്ന് പറയാ, കുട്ടികൾക്കുള്ള ക്യൂരിയോസിറ്റിയാണ് എന്താണെന്നുള്ളത്. അപ്പൊ അതെ, അപ്പൊ ആ ക്യൂരിയോസിറ്റി ഇയാളുടെ ഇപ്പോഴും തീരുന്നൊന്നുമില്ല. ആ ഒരു ആർക്കിൽ തന്നെയാണ്. സുഭാഷിനെ കൊണ്ടുപോകുന്നുണ്ടോ? സുഭാഷിനെ കൊണ്ടുപോകുന്നതാണോ അതോ
ഇയാള് അന്വേഷിച്ച് വന്നതാണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാം. പക്ഷെ എന്താണ്, ചുമ്മാ വന്നിരിക്കുന്ന ഒരു ക്യാരക്ടറല്ല അയാൾ. ഇനി എന്ത് പണിയാണ് ഈ ഫാമിലിക്ക് കൊടുക്കാൻ പോകുന്നത്, അത് ഇനിയിപ്പം കണ്ടറിയേണ്ടതാണ്. ശ്രുതിയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലും സുഭാഷിനെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്? പിന്നെ ഇഷ്ടംപോലെ. സുഭാഷ് എവിടെ ചെന്നാലും ഉണ്ടാവും സുഭാഷിനെ പോലെ. എല്ലാവരിലും ഒരു സുഭാഷ് ഉണ്ടാവും. അതെ, സുഭാഷ് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാ ഫീൽഡിലും എവിടെ ചെന്നാലും ഉണ്ടാവും സുഭാഷ്. ഇപ്പൊ നമ്മുടെ ഫാമിലി പോലെ മറ്റുള്ളവര് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് നമ്മളെല്ലാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് ഉള്ളൊരു സാധനം എല്ലാ ഫാമിലിയിലും ഉണ്ടല്ലോ. ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നൊരു കാര്യം അതാണ്. അയാൾ അറിഞ്ഞ് ഇയാളറിഞ്ഞ് നമ്മൾ അതുകൊണ്ടാണല്ലോ ഹൈഡ് ചെയ്ത് വെക്കുന്നതും നമ്മുടെ കാര്യങ്ങളെല്ലാം. ഒരു സീക്രട്സി എല്ലാ ഫാമിലിയിലും എല്ലാ ആൾക്കാരിലും ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഒരു സുഭാഷം ഉണ്ടാവും. ഇത് എന്താണ് അവർ ഒളിപ്പിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരു തരികട കണ്ടാൽ മറ്റൊരു തരികടക്കില്ല അത് മനസ്സിലാവുള്ളൂ എന്ന് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഭാസ്കരൻ നായരുടെ പഴയതും പുതിയതും കൂടെ പോകുമ്പോ അവസാനം സുഭാഷിനെ തെറിയും വിളിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. സാറ്റിസ്ഫാക്ഷൻ അത് അവനാണ്. നീയല്ലേ? ഞാനത് നമ്മള് യൂട്യൂബില് ഇപ്പൊ പറഞ്ഞ പോലെ 3 ആഴ്ച മുമ്പ് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് കമൻസ് ഒരു 1000-ൽ പരം കമൻസ് ഉണ്ട്. ആ കമൻസിൽ മെയിനായിട്ട് ഇരട്ടകൾ ഉണ്ടാവുമോ ഇനി അടുത്ത പാർട്ടിൽ, ഇതാണ്. ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഭരതനാട്യത്തിൽ. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. നമ്മൾ ഓൾമോസ്റ്റ് 11 lakhs വ്യൂസായി യൂട്യൂബിൽ തന്നെ 3 ആഴ്ച കൊണ്ട്. സോ അതൊരു വലിയ നേട്ടം തന്നെയാണ്. പക്ഷെ ആ ഈ തെറി വിളിക്കുന്നതില്ലേ, പറഞ്ഞോട്ടെ പ്ലീസ്. ഞാനും എന്റെ കൂടെ പറഞ്ഞാൽ നിൽക്കുന്നുണ്ട്. അതാരാന്ന് പറയും, ഈ പടത്തിന്റെ ഡയറക്ടറാ കൃഷ്ണദാസ് മുരളി. ആ തെറി ശരിക്കും അവനെ വിളിക്കുന്നത് എന്നല്ല, അവൻ തന്നെ എഴുതിയ ഡയലോഗ് അവൻ തന്നെ. ഞാൻ ചോദിച്ചായിരുന്നു ദാസിന്റെ അടുത്ത്, അത് വേണോ ഇരിക്കണ ചേട്ടാ. ഞാനത് അവനെ വിളിച്ചതായിട്ട് കണക്കാക്കുന്നു. കൃഷ്ണദാസ് ഭരതനാട്യത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു നമ്മൾ ആ കമ്മിറ്റിയില്. ദാസനായിരുന്നു. അപ്പോൾ ആ തെറി വിളി ദാസനുള്ളതാണ്, എനിക്കുള്ളതല്ല. ഈ സജി ചേട്ടനാണെങ്കിൽ 2026 ഇപ്പൊ നല്ലൊരു തുടക്കമാണ്. അറക്കൽ അബുവും വരുവാണ്, ഇപ്പോ ലീഡ് സിനിമയും വരുവാണ്. ശരിക്കൊരു ക്ലാഷ് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇല്ല, ക്ലാഷിലല്ല ഇറക്കുന്നത്. നമ്മൾ 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. April 2-നും അല്ല, April 10-നാണ് നമ്മൾ. 10-ന്. അതെ അതെ അതെ. അപ്പം ആടും നന്നായിട്ട് വർക്കൗട്ട് ആകുമെന്നാണ് വിചാരിക്കുന്നത്. മോഹിനിയാട്ടം നന്നായിട്ട് വർക്കൗട്ട് ആകുമെന്നാണ് വിചാരിക്കുന്നത്. ചില 2 പടത്തിൻ്റെ ഫൈനൽ സാധനം ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. സോ ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആടിന് പിന്നെ ഒരുപാട് ഓഡിയൻസ് ഉണ്ടല്ലോ. അപ്പം ആ ഒരു ഓഡിയൻസ് മോഹിനിയാട്ടത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. ആടിൻ്റെ വലിപ്പം ഭയങ്കരമാണല്ലോ. ബട്ട് ദെൻ മോഹിനിയാട്ടം ആൾക്കാർ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് ഇപ്രാവശ്യം നമ്മുടെ വിശ്വാസം. ബിക്കോസ് വി ഹാവ് മെയ്ഡ് ഇറ്റ് ഫോർ തിയേറ്റർ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് പേരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ തിയേറ്ററിക്കൽ പരിപാടി ആയിരുന്നില്ല. അപ്പോൾ നമ്മളത് മനസ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം. ആൻഡ് ഹ്യൂമർ വൈസ് ഓൾസോ ഭരതനാട്യത്തിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഹ്യൂമറുണ്ട് സിനിമയിൽ. ഹ്യൂമറിലൂടെ തന്നെയാണ് കഥ പറയുന്നത് ഇപ്പോഴും. നമ്മൾ ഈ ഒരു മരണത്തെയൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു ചിരിയുടെ ഒരു മമ്പടിയോട് കൂടി പ്രസന്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മലയാളി ഓഡിയൻസിന്റെ ഇടയിൽ. അപ്പൊ ഭരതനാട്യത്തിന്റെ ഫസ്റ്റ് ആ ഒരു ടേക്ക് എങ്ങനെയായിരുന്നു ഈ കഥയൊക്കെ കേട്ടപ്പോൾ? എനിക്കത് അതായത് മരിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അവസാനം വരെ. ആക്ച്വലി കഥ കേട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ, അതായത് സൈചേട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാവുന്നു, ഇങ്ങനെ ഒരു സംഭവം പറയുന്നു, പക്ഷേ പിന്നെ മരിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അവസാനം മരിക്കുന്നു എന്നുള്ള പോർഷനിലെത്തിയപ്പോഴേക്കും ഞാൻ കഥയിൽ നിന്ന് എനിക്കത് അറിയില്ലായിരുന്നു. ഷൂട്ട് ചെയ്യും കഴിയുന്ന ആ ക്രിമേഷൻ സീനില്ലേ, അപ്പോഴാണ് ഞാൻ അത് ശരി ഇത് അദ്ദേഹം എനിക്കറിയില്ല. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട എക്സൈറ്റ്മെൻറ്റ് എന്താ സൈജോട്ടൻ. അത് സൈജോട്ടൻ ഓഫ്കോഴ്സ് സൈജോട്ടൻ്റെ പടം എന്നുള്ള രീതിയിൽ നമുക്ക് സൈജോട്ടൻ അത്രയും എനിക്ക് വളരെ മുന്നേ, അതായത് നമ്മൾ എങ്കിലും ചന്ദ്രിക ഒരുമിച്ച് വർക്ക് ചെയ്ത് എൻ്റെ അപ്പുറത്തോട് സൈജോട്ടനും ഞാനൊരു ബന്ധമുണ്ട്. ഒരു ചേട്ട എന്ന് വിളിച്ചാൽ മുത്തേ എന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു ബന്ധമുണ്ട്. പക്ഷെ എൻ്റെ അതിനേക്കാളും വലിയ എൻ്റെ ഇത് സായിച്ചേട്ടനായിരുന്നു. അതായത് അദ്ദേഹത്തിനൊന്ന് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര. ഇപ്പോൾ ഞാൻ ദാസൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് കോമ്പിനേഷൻ ഉണ്ടോന്ന്. ദാസൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്, പക്ഷേ അങ്ങനെ കോമ്പിനേഷൻ ഇല്ല. പക്ഷെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ചല്ല ഷൂട്ട് ചെയ്തത്. അതായത് ICUവിൽ കിടക്കണം ഭരതനായർ, ഞാൻ അവിടുന്ന് ബായ് എന്ന് പറയും.
അപ്പൊ സായിച്ചേട്ടൻ മുഖം തിരിച്ചളി. അത്രയ്ക്ക് ഇഷ്ടമാണ് സുഭാഷിന്. അതായത് അപ്പോൾ സായിച്ചേട്ടനെ എനിക്ക് സായിച്ചേട്ടൻ ആ കഥാപാത്രം, സായിച്ചേട്ടൻ ഭരതൻ നായർ എന്നുള്ള കഥാപാത്രം മരിച്ചപ്പോൾ ശരിക്കും നല്ല സങ്കടം. അഭിരാമിന്റെ മുഖം തന്നെ നമുക്ക് ചില സമയങ്ങളിൽ ഭയങ്കര ക്രൂക്കഡായിട്ട് ആപ്റ്റായൊരു മുഖമല്ലേ ശരിക്കും. അല്ല പുള്ളി അതിന്റെ മാനദണ്ഡം എന്താണത്? അല്ല പുള്ളി മുഖം ചേഞ്ച് ചെയ്തോണ്ടിരിക്കും. അതായത് എവിടെയാണ് സംവിധായകർ പുള്ളിയെ നോട്ട് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ പല രീതിയിലും മുഖം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് സോഫ്റ്റ് ആക്കും, ക്രുക്കഡ് ആക്കും, അങ്ങനെയുള്ള. പൊതുവെ എന്താണെന്നറിയോ ചേട്ടാ, അതായത് ഇപ്പൊ ഉണ്ടാകുന്ന സിനിമയിലെ അപ്പൊ അതിനകത്ത് ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതായത് ഞാൻ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് അതിനകത്ത്. മറ്റൊരാളെ ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒരു സംഭവം. അതായത് അതുപോലത്തെ ഒരു സീരീസ് ഓഫ് ക്യാരക്ടേഴ്സ്. ഈ അർഷദ് കാക്കയുടെ തന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കഠിനകഠോരം എന്ന് പറഞ്ഞ പടമുണ്ട്. അതിനകത്ത് മറ്റേ ശവം കൊണ്ടുവരുമ്പോൾ പ്രോട്ടോകോൾ വെച്ചിട്ട് ശവം കാണിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആള്. ഇങ്ങനത്തെ സംഭവം ഞാൻ ഇവിടെ എടുത്ത് അർഷദ് കാക്ക എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കഥാപാത്രം എന്തുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്? നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നും എന്ന് പറഞ്ഞത്. എനിക്കങ്ങനെ അറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയേ അല്ല ശരിക്കും പറഞ്ഞാൽ. അത്തരത്തിൽ ഒരു തരത്തിലും ഒരാളോട് ഈ പറഞ്ഞ സുഭാഷിന്റെ സ്വഭാവം എനിക്കില്ല. അല്ല നമ്മൾ ആക്ച്വലി പിന്നെയാണ് സുഭാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ആദ്യം പോസിറ്റീവായിട്ടുള്ള ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ ക്യാരക്ടറിലായിരുന്നു നമ്മൾ അഭിരാമിനെ കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അന്ന് അതിനുവേണ്ടി പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് ആക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേതിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് പുള്ളി ഈ പറഞ്ഞ ഇതൊക്കെ ഇവരെ ചെയ്തത്. എനിക്കൊന്നും അറിയില്ല. ഈ ഷിഫ്റ്റ്, ഈ മാറ്റിയതും ഷിഫ്റ്റ് ആക്കിയതും ഫോക്കസ് ഒക്കെ ഇവരുടെ. ഞാൻ രാവിലെ 7 മണിക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പറയുന്നു, 7 മണിക്ക് ചെല്ലുന്നു, കൊണ്ട് ഷർട്ടും തരുന്നു, കുറി തൊടുന്നു, ഡയലോഗ് പറയുന്നു, അത് ചെയ്യുന്നു. അതായത് എനിക്കത് അറിയില്ലായിരുന്നു സത്യം. പക്ഷെ ചില സിനിമ നമ്മൾ ചെറിയ ചെറിയ കഥാപാത്രങ്ങളല്ലേ ചെയ്യുന്നത്. ഒരു ഭരതനാട്യത്തിൽ കുറച്ച് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ കഥ മൊത്തത്തിൽ മനസ്സിലായി. മറ്റ് ഞാൻ ആ പടങ്ങളിൽ എനിക്ക് മിക്കവാറും കഥ പോലും അറിയാറുണ്ടാവില്ല എന്താണ് സംഭവം. പക്ഷെ അത് ഞാൻ ചോദിക്കാറുമില്ല. അത് അവരുടെ എൻ്റെ ഓക്കെ എൻ്റെ ക്യാരക്ടർ ഇന്നതാണ് മനസ്സിലായി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ ഭരതനാട്യത്തിൽ ദാസൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അളിയനാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നത് അവിടുന്ന് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ്. മറന്നുപോയില്ലേ സജോട്ടോ? അതെ പിന്നെ നമ്മൾ കുറെ കഥകൾ കേൾക്കുമല്ലോ അതിന്റെ ഇടയ്ക്ക് ഒക്കെ. പിന്നെ കൺഫ്യൂഷൻ വരും, ഇത് ഏതിൻ്റെയാണെന്ന്. പിന്നെ വരുമ്പോഴേക്കും സജോട്ടൻ പറഞ്ഞു ക്യാരക്ടർ ഇങ്ങനെയായിരുന്നു, ഇത് മാറി അത് മാറി. അവൻ എന്തായാലും എനിക്ക് ഒരേപോലെയാണ്. അങ്ങനെ സ്വാതി വരുന്നു. ഇപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി എന്നുള്ള ഒരു രീതിയിൽ ഒരു ചെറിയൊരു ഗെയിം അല്ല, നിങ്ങളുടെ ഓരോ കഥാപാത്രങ്ങളില്ലേ? ഇപ്പോൾ സൈചേട്ടൻ ചെയ്ത ശശിയേട്ടൻ, സുഭാഷ്, പിന്നെ ഘോഷ്മാര്, ശ്രീലത. അപ്പോൾ ഈ നിങ്ങൾ ഈ കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മതി. ഞാൻ പറ്റിയതാണെന്ന് ആദ്യമായിട്ട് ഒരാളോട് പറയുമ്പോൾ ഇപ്പോൾ സുഭാഷ് ശശിയേട്ടനെ കുറിച്ച് പറഞ്ഞാൽ മതി, പോസിറ്റീവായിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുക. അപ്പോൾ പറ്റിയതാണെന്ന് ഞാൻ രണ്ടാമത് പറയുമ്പോൾ അപ്പം തന്നെ ശശിയേട്ടനെ കുറിച്ചിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതും പറയാം. പിന്നെ ഞാൻ പറ്റിയതാണെന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും, പിന്നെ പറ്റിയതാണെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും. കുറച്ച് വെള്ളം തരൂ സജോട്ടൻ എടുത്ത്. എനിക്കെല്ലാവരും അറിയാം. ആരെ പറ്റിയാണോ ചോദിച്ചോളൂ. ഓക്കെ, എന്നാലും സുഭാഷിനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കാം. സുഭാഷ് ആണല്ലോ മെയിൻ പോലെ ഇവിടെ. ഓക്കെ, അപ്പോൾ പറ്റിയതാണ് സുഭാഷ്. നമുക്ക് ഒരു വിശ്വസ്തനാക്കാൻ പറ്റും. ഫാമിലിയിലൊക്കെ ഒപ്പം നിർത്തി അല്ല, നമ്മുടെ വിശ്വസ്തനാണ്, ശശിചേട്ടൻ്റെ വിശ്വസ്തനാക്കാൻ പറ്റും. പറ്റിയതാണ്. പക്ഷെ വിശ്വസനായിട്ട് നിർത്തി കഴിയുമ്പോഴാണ് യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നത്. നമുക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളത്. പറ്റിയതാണ്. ഒരു ഭയങ്കരമായിട്ട് ജിജ്ഞാസ ഉള്ളിലുള്ള ഒരാളാണ്, കാര്യങ്ങൾ അറിയാനും ഒക്കെ. പറ്റിയതാണ്. ഈ ജിജ്ഞാസ കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ മറ്റേ തുരന്ന് നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറി ഉള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതൊരു പ്രശ്നമാണ്. അടിപൊളി. നേരത്തെ കൊടുത്തായിരുന്നു. ഓക്കെ, ഇനി ശ്രീലത ഏത് ഘോഷിനെ കുറിച്ചിട്ടാ പറയുന്നത്? ഏത് അജയ് ഘോഷിനെ കുറിച്ച്? വീട്ടിലെ അജയ് ഘോഷാണോ? വീട്ടിലെ രുക്മിണി. വീട്ടിലെ അജയ് ഘോഷിനെ കുറിച്ചിട്ട് പറ്റിയതാണ്. വീട്ടിലെ അരുൺ ഘോഷാണ്. അരുൺ ഘോഷ്.
അരുൺ ഭയങ്കര അടിപൊളിയാണ്. അവന് ലൈഫിനെ പറ്റിയൊക്കെ ഭയങ്കര ചിന്തകളും എന്താ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ധാരണയൊക്കെ ഉള്ളതായിട്ടാണ് വീട്ടിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറ്റിയതാണ്. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റും, അതാ പ്രശ്നം. ഇപ്പം ഇന്നൊരു കാര്യത്തെയും ഫ്യൂച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചെറുക്കൻ, അതായത് ഒന്നിനും ഒരു സ്ഥിരതയൊന്നുമില്ല. പറ്റിയതാണ്. പിന്നെ അവൻ വീട്ടുകാരെയൊക്കെ മര്യാദയ്ക്ക് നോക്കുമെന്ന് ചോദിച്ചാൽ എപ്പോഴും വീട്ടിലിരിപ്പാണ്, വല്ലപ്പോഴും ഒക്കെ അവൻ കളിക്കാൻ പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമാണോ അത്? പറ്റിയതാണ്. പക്ഷെ കളിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരുമോ, അത് എന്തെങ്കിലും വള്ളിയായിട്ട് വരുമോ, ശശിയേട്ടൻ അവസാനം സോൾവ് ചെയ്യാൻ പോവും. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ അവനുണ്ട്. ഓക്കെ, അരുൺ ഘോഷ് ശശിയേട്ടനെ കുറിച്ചിട്ട്. ശശിയേട്ടനെ കുറിച്ച് ആ ശശിയേട്ടൻ നല്ല പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, തുടങ്ങിയില്ലേ? പറ്റിയതാണ്. ശശിയേട്ടൻ മിടുക്കനാണ്. മിടുക്കനെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് മുന്നിൽ ചാടി ചെയ്യും പരിപാടിയൊക്കെ. പറ്റിയതാണ്. പക്ഷേ ആൾക്കാർ ഉപദേശിക്കാൻ പറ്റും, അതാണ്. അത് ബുദ്ധിമുട്ടാവാറുണ്ടോ അരുൺ ഘോഷിന്? അത് ഇടക്ക് ബുദ്ധിമുട്ടാറുണ്ട്. പറ്റിയതാണ്. പക്ഷെ സ്നേഹമുള്ളതാണ്. സ്നേഹത്തിന്റെ ശാസന ഇരുന്നത്. പറ്റിയതാണ്. പക്ഷെ എന്നാലും ആ ശാസന അത്ര ശരിയല്ല, ഇടയ്ക്ക് കടുപ്പ് പോകും. ഓക്കെ, ഇനി സുഭാഷ്. കഴിഞ്ഞിട്ടില്ല, അതിൽ പോയിട്ട് അവിടെ പോയിട്ട് ആ ഓക്കെ, അപ്പൊ ഇനി ശ്രീലത ചേച്ചിയെ കുറിച്ചിട്ട് പറയാവോ? പറ്റിയതാണ്. ശ്രീലത നല്ല അച്ചടക്കമുള്ളൊരു കുട്ടിയാണ്. വീട്ടുകാര്യങ്ങളിലൊക്കെ എല്ലാത്തിലും ശ്രദ്ധയൊക്കെ ഉണ്ട്. അങ്ങനെ പറ്റിയതാണ്. പക്ഷെ ഭർത്താവിനോടൊക്കെ സ്നേഹക്കുറവുണ്ടാകുന്നൊരു സംശയം. അല്ല, ഇടക്ക് തല്ലു പിടിക്കണേ കാണാറുണ്ട്. അങ്ങനെ സ്നേഹമുള്ളോട് തന്നെ തല്ലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇടക്ക് തല്ലുപിടുത്ത കൂടാറുണ്ട്. പറ്റിയതാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തോളൂ കേട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ. പറ്റിയതാണ്. പക്ഷെ കറിക്കൊക്കെ ഇടക്ക് ഉപ്പ് പറഞ്ഞു പറഞ്ഞു. പിന്നെ രുക്മണി അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അജയ് ഘോഷിനോടും കൂടെ. അജയ് ഘോഷിനെ കുറിച്ചിട്ട്. അജയ് ഘോഷ് എന്ന് പറയുമ്പോൾ കണ്ണൂരാ. അജയ് ഘോഷ് ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഭരതൻ നായരുടെ ഉള്ള മോൻ തന്നെയാണെന്ന് വിചാരിച്ചു. എനിക്ക് അവനെ അറിയാവുന്നതാണ്, നല്ല പയ്യനായിരുന്നു. നല്ല പയ്യനാണ് വെച്ചാൽ അവൻ എന്നെ മൈൻഡാക്കാറൊന്നുമില്ല, പക്ഷെ എന്നാലും നല്ലൊരു ചെക്കനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നല്ലേ മനസ്സിലായത് ഉടായ്പാണ്. അതായത് ഇവനെ ഞാൻ ഒരേ സമയം രണ്ട് സ്ഥലത്ത് കണ്ടു. അപ്പോൾ ഞാൻ ഇവരെ എന്ത് ഉടായ്പ. ഇപ്പോൾ ഇവൻ ആദ്യം ചുവന്ന ഷർട്ട്, പിന്നെ പച്ച ഷർട്ട്. അപ്പോൾ എന്തോ ഒരു ഉടായ്പുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ആക്ച്വലി ഇവനെ ആ സമയത്ത് ഞാൻ കാണുമ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവൻ ഒരേ സമയത്ത് ഞാൻ രണ്ട് സ്ഥലത്ത് കാണൂലല്ലോ ഇവനെ. അപ്പോൾ അത് ഞാൻ ഇവനെന്തോ വേറെ എന്തോ പരിപാടി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അജയ് ഘോഷിന്. പറ്റിയതാണ്. പിന്നെ ഈ മറ്റേ എന്താ ആ സ്ഥലത്തിൻ്റെ വരുന്ന അവരെ വല്യമ്മേൻ്റെ മോനാന്ന്, വല്യമ്മ വന്നു ആരക്കുളത്ത്, അതായത് ഏത് സ്ഥലത്തുനിന്ന് അരിമ്പൂരുള്ള വല്യമ്മ വന്നു, വല്യമ്മേനെ പരിചയപ്പെട്ടു. അപ്പോൾ പിന്നെ ഇവൻ ഓക്കെ. പറ്റിയതാണ്. പിന്നെ ഈ അവസരം മനസ്സിലായല്ലോ ഭരതൻ നായർക്ക് 2 ഉണ്ടെന്ന്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൻ അതിനുശേഷം എന്നെ ആ വീട്ടിലേക്ക് ഇവർ കയറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവനെ കുറിച്ചൊന്നും അറിയാൻ പറ്റില്ല. ശരിക്കേ ഭരതൻ നായരെ പോലെ ഉള്ള കാലം മൊത്തം ഭയങ്കര എല്ലാ മക്കളോടും ഭാര്യയോടൊക്കെ സ്നേഹമായിട്ട് വേറൊരു ഇമേജ് കൊണ്ട് നടന്ന് ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ എന്താ പറയുക പൊട്ടിപ്പോകുന്ന കുറേ ആൾക്കാരും ജീവിതമൊക്കെ ഉണ്ടാവുമായിരിക്കും. ശരിക്കും നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ശരിക്കും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുക? നമ്മൾ പറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും ജീവിക്കാൻ ശ്രമിക്കാന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അല്ല, ഈ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിൽ അത് എല്ലാവരും കണ്ട് പഠിച്ചിട്ട് സിനിമ കണ്ടിട്ട്
അത് സിനിമ കണ്ടിട്ട് അതെങ്ങനെയാണ് ഡീൽ ചെയ്തിരിക്കുന്നതെന്ന് കാണുക, പഠിക്കുക, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. ശരിക്കും apply ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അത് ഭരതനാട്യം ഞങ്ങളുടെ ഫാമിലി അത് മറ്റേ അമ്മ സ്പിരിറ്റിൽ എടുത്ത പോലെ ഞങ്ങൾ ആ സ്പിരിറ്റിൽ എടുത്തു. പക്ഷെ ശരിക്കും കാണിച്ചിട്ട് അവർ ആ സ്പിരിറ്റിൽ എടുക്കണമെന്നില്ല. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കണം. ഭാഗത്ത് അതിനിടയ്ക്ക് ശ്രീലതയും ചേച്ചിയും കൂടെ കംപ്ലീറ്റ് ചർച്ചയായി. കാരണം നമ്മുടെ അമ്മയാണോ അവിഹിതം, നമ്മളില്ല അവിഹിതത്തിൽ. പക്ഷെ ശരിക്കും കഥാപരമായിട്ട് രുക്മിണി അമ്മയും സരസ്വതി അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ അത് ആ സ്പിരിറ്റിൽ എടുത്തത്. ശശിയേട്ടൻ മൂലമല്ല, ശശിയേട്ടനല്ല, ലതയല്ല, ആരുമല്ല, ഗോപനമല്ല, ആരുമല്ല. ശരിക്കും ആ സ്പിരിറ്റിൽ എടുത്തത് രുക്മിണി അമ്മയും സരസ്വതി അമ്മയാണ്. അത് മോഹിനിയാട്ടത്തിൽ നിങ്ങൾക്ക് ആ കെമിസ്ട്രി കാണാൻ പറ്റും. അത് ശരിക്കും ഒരു നല്ലൊരു പുരോഗമന ആശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല പോസിറ്റീവ് സാധനമായിട്ട് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് അങ്ങനത്തെ ഒരു സാധനം കാണാൻ അധികം പറ്റിയിട്ടില്ല. ഇല്ല, എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ലെന്നല്ല പറയണം. അങ്ങനത്തെ അവസ്ഥകൾ ഒരുപാട് അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ അങ്ങനെ അല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പക്ഷെ സിനിമകളിൽ കഥാപരമായിട്ട് സിനിമകളിലേക്ക് വരുമ്പോഴേക്കും ഇതിനൊക്കെ മറ്റൊരു രീതിയിൽ കാണുന്ന ആ സ്പിരിറ്റിൽ എടുക്കാത്ത ഒരവസ്ഥ മലയാള സിനിമയിൽ തന്നെ ഒരു ചരിത്രപരമായിട്ടുണ്ട്. അതിനെയും കൂടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ കുടുംബത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ക്യാരക്ടർ വൈസ്. പക്ഷെ ഞാൻ ഈ സിനിമേൻ്റെ ഒരു കഥാപാത്രം എന്നുള്ളത് ഞാൻ ഇവരെ സഹായിക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സിറ്റുവേഷൻ ഇത് നമ്മൾ ഡീൽ ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അതായത് അത് എല്ലാവരും പഠിക്കണം. ഈ പടം കണ്ടാലേ മനസ്സിലാവുള്ളത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായത് ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിലും പാരന്റ്സ് ഭരതനാട്യം കണ്ടപ്പോ ഉള്ള, അതായത് അച്ഛൻ ഇടക്കിടക്ക് ഇപ്പൊ കണ്ണൂര് പോകുന്ന അല്ല, ഇത് അതൊരു മൂകാംബിക യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ ഒരു നെറേറ്റീവിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നത് മലയാള സിനിമയിൽ. അതിനെ ബ്രേക്ക് ചെയ്തില്ലേ ഭരതനാട്യം? അതിനെ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്. ഞങ്ങൾ ഇതുപോലെ തിയേറ്റർ വിസിറ്റിന് പോയപ്പോ ഞങ്ങളുടെ അടുത്ത് ഒരാൾ ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരന് കണ്ണൊക്കെ അറിഞ്ഞിട്ട് ആക്ച്വലി പുള്ളിയുടെ അച്ഛൻ മരിച്ചുപോയി. അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് വേറൊരു ഫാമിലി ഉണ്ടെന്നൊക്കെ. ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോ അത് ഓർമ്മ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനില്ല സജോട്ടാ, നമ്മള് ചന്ദ്രേട്ടൻ എവിടെയാ സിനിമ പ്രീ പ്രൊഡക്ഷൻ മറ്റേ അവിടെ ആബാദിൽ. അപ്പൊ അവിടെ ഒരു ഇപ്പൊ പറയാ ചേച്ചി കാണുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്ന ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിക്ക് ഒരു കോള് വന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ മറ്റേ IOC മറ്റേ IPCL ഇല്ല, മറ്റേ ONGC ONGCയിൽ വർക്ക് ചെയ്യാം പുള്ളി. അപ്പോൾ അവിടെ പുള്ളി കുഴഞ്ഞു വീണു. അപ്പോൾ കോൾ വരികയാണ്, നിങ്ങളുടെ ഹസ്ബൻഡ് കുഴഞ്ഞു വീണു, അപ്പോൾ നിങ്ങൾ വരണം എന്നിട്ട് ഇവർക്ക് മൊബൈലിൽ കോൾ വന്നു. അപ്പോൾ ചേച്ചി പോയിട്ട് ചേച്ചി ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞോണ്ടാ പറയണം, ഇങ്ങനെ ഭർത്താവ് വീണു മോനെ, എന്താണ് പോണേ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ കാശൊക്കെ കൊടുത്ത് ഓട്ടോ ഒക്കെ പിടിച്ചു കൊടുത്ത് പുള്ളിക്കാരത്തി പോയി. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി തിരിച്ചു വരുന്നു. ചേച്ചി അപ്പോൾ ചേച്ചി അവിടെ ചെല്ലുമ്പോഴേക്കും അവർ പറഞ്ഞ് അവരെ ഓൾറെഡി അവരുടെ ഭാര്യ എടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് അപ്പോഴാണ് അവര് അറിയണത്. അതായത് വേറൊരു ഉണ്ടായിരുന്നത് മോനെ അയാളെ ഭാര്യ കൊണ്ടുവരുന്നത് ഞാനല്ല, അയാൾക്ക് വേറെ ഭാര്യ. അപ്പോൾ അത് ഒരു സങ്കടകരമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അത്തരം സിറ്റുവേഷനിലൂടെയാണല്ലോ ശശിയേട്ടാ നിങ്ങളും കടന്നു പോയത് എന്ന്. ഇനി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യോ ഇവിടെ? പടം ഓഡിയൻസിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതിന്റെ തേർഡ് പാർട്ടല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ OTTയിൽ ഇഷ്ടപ്പെടുവല്ല, തിയേറ്ററിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തേർഡ് പാർട്ട് ഉണ്ട്. നമ്മളെല്ലാ സിനിമകളുടെയും ഇന്റർവ്യൂസിന് ഇരിക്കുന്നതാണ് അജോട്ട് പറയാം. നമ്മളെല്ലാ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ്, നല്ലതേ സംസാരിക്കുള്ളൂ, മോശം സംസാരിക്കാൻ. പക്ഷേ ഈ നിലപാട് ശരിയല്ല. മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ, അപ്പോൾ എൻ്റെ അടുത്ത് ഭരതനാട്യത്തിൻ്റെ സെക്കൻഡ് ഉണ്ടെന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർ ആ പടത്തിന് സെക്കൻഡ് എങ്ങനെ ഏത് ധൈര്യത്തിൽ നിന്ന്? പക്ഷേ ആ ധൈര്യമാണ് നമ്മുടെ ആ ടീമിൻ്റെ ധൈര്യം. അതായത് ഒരിക്കലും ഫസ്റ്റ് വർക്കല്ല എന്ന് തോന്നി ഏതെങ്കിലും ഒരു സെൻസിൽ ഒരാൾ അത് സെക്കൻഡ് ചെയ്യൂലല്ലോ. നല്ല മലയാള സിനിമ കാണാൻ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇത്രയും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റും അതിനകത്ത് നിരന്ന് നിൽക്കുന്നുണ്ട്. ഇത് എങ്കിലും നിങ്ങൾ ദയവേത് മിസ്സായിപ്പോയെന്ന് പറയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. കാരണം സിനിമ കാണാം, അതുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ളൂ. അല്ലാതെ സിനിമ എത്ര പറഞ്ഞാലും ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചു അതിൻ്റെ കഥ മൊത്തം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർ സിനിമ കണ്ടാലും ഇപ്പോൾ സുഭാഷിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു, ആൾക്കാർ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശശിയേട്ടനെ കുറിച്ചിട്ട് ആ ക്യാരക്ടേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഗിവ് ഇറ്റ് എ ചാൻസ് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മൂവി.
അതിനകത്ത് യാതൊരു സംശയമില്ല എന്നുള്ളത് എല്ലാ പ്രാവശ്യം പറയുന്നതാണെങ്കിൽ പോലും ഒന്നുകൂടെ ഊന്നി പറയുന്നു പോലെ. അതെ അല്ലെ ഭരതനാട്യം ഉള്ളൊരു തിരക്കഥയും അതിന്റെ ഒരു മേക്കിങ്ങും നമുക്ക് എടുത്തു പറയാതിരിക്കാം. ഒരു നവാഗതൻ മേക്ക് ചെയ്തൊരു സാധനം നമുക്ക് തോന്നത്തില്ല. എക്സാക്ട്ലി. ഭരതനാട്യം OTT കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചു. അവർ പറ്റിപ്പോയെന്ന് പറഞ്ഞില്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി അവരതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, ക്ഷമിക്കണം, ഇപ്പോഴാണ് ഇനി നിങ്ങളുടെ വരുന്ന പടങ്ങളൊക്കെ നമ്മൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ കാണുമെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് പറ്റിപ്പോവാതെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ. അടിപൊളിയാവട്ടെ സിനിമ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു സോ മച്ച്.